ശ്രീ സിബി സത്യൻ, ഇത് പത്മവ്യൂഹം കൂടിയാണല്ലോ ശ്രീ സിബി. ഇതിൽ നിന്ന് ഇത് മറികടന്ന് പുറത്തെത്തുവാൻ പ്രതിപക്ഷത്തിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം വനിതാ സംവരണത്തെ എതിർക്കുന്നു എന്ന രീതിയിലുള്ള പ്രതീതി ഉണ്ടാക്കും. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രസംഗിച്ചപ്പോൾ തന്നെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു വാചകം പറഞ്ഞിരുന്നു: രാജ്യത്തെ സ്ത്രീകൾ ക്ഷമിക്കില്ല വനിതാ സംവരണം എതിർക്കുന്നവരെ എന്ന്. ഇവിടെ വനിതാ സംവരണ ഭേദഗതിയെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അത് വനിതാ സംവരണത്തെ എതിർക്കുന്നു എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും NDAക്ക് കൊണ്ടുവരുവാൻ കഴിയും. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല, തമിഴ്നാട്ടിൽ കഴിഞ്ഞിട്ടില്ല. മഞ്ജുഷ, ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് പൊളിറ്റിക്കൽ പ്ലോയി എന്ന നിലയ്ക്കാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതായത് ഈ സർക്കാരിന് ആത്യന്തികമായിട്ട് ഈ ഒരു ബില്ലിനോട് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അവരുടെ ഉദ്ദേശം വളരെ സിമ്പിളാണ്: വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ സീറ്റുകളുടെ എണ്ണം കൂട്ടുക, തെക്കേ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വഴി മാത്രം അധികാരം നിലനിർത്തുക എന്ന് പറയുന്ന വളരെ സിമ്പിളായ ഒരു തത്വത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇത് 50% മാത്രമാണ് കൂട്ടുന്നതെങ്കിൽ ഈ 2011 സെൻസസിനെ മെൻഷൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം കേരളത്തിലെ 20-30 ആകുന്നു, തമിഴ്നാട്ടിലെ 39-59 ആകുന്നു. അപ്പൊ ആ നിലയ്ക്ക് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ 2011 സെൻസസിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എല്ലാ സംസ്ഥാനങ്ങളിലും 50% വീതം കൂട്ടുന്നു. അല്ല, അപ്പോൾ നഷ്ടവും ഉണ്ടാവുന്നില്ലല്ലോ, ആർക്കും രാഷ്ട്രീയ ലാഭവും ഉണ്ടാവുന്നില്ല, കോട്ടവും ഉണ്ടാവുന്നില്ല. പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞ കാര്യമാണ്, കോട്ടവും ഉണ്ടാവുന്നില്ല, നേട്ടവും ഉണ്ടാവുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്ത് 2011 സെൻസസിനെ കുറിച്ച് അവർ കണ്ടിന്യൂസ്ലി പറയുന്നുണ്ട്. അത് എന്തിനാണ് സംസാരിക്കുന്നത്? അപ്പൊ അതിനർത്ഥം ഇതിനകത്ത് വേറൊരു ചതി ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ പറഞ്ഞ പോലെ ജനസംഖ്യാനുപാതികമായിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ഡല പുനർനിർണ്ണയം നടത്തുന്നതെങ്കിൽ കേരളത്തിന് ഇപ്പോഴുള്ള 20 സീറ്റിൽ നിന്നും 15 സീറ്റായിട്ട് കുറയും. ഓക്കെ, ഇവർ ഈ പറയുന്ന അപ്പൊ ഗവൺമെന്റ് പറയുന്ന അടുത്ത സാധനം ഒരു സംസ്ഥാനത്തിന് സീറ്റ് കുറയില്ല. അതും കറക്റ്റാണ്. കാരണം ഈ 15ന്റെ കൂടെ അവരതിന്റെ കൂടെ അതിന്റെ 50% 7 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 22 ആവും. നേരത്തെ പറഞ്ഞതുപോലെ 20-ൽ നിന്ന് 22 മാറും. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ സിബി, അങ്ങനെ ഇല്ലല്ലോ. നിലവിലെ 50% അപ്പോൾ 20ന്റെ 50% 10 മഞ്ജുഷ, ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇതിനകത്ത് രണ്ട് വളരെ തലതിരിഞ്ഞ അല്ലെങ്കിൽ വളരെ ഒപ്പോസിംഗ് ആയിട്ടുള്ള രണ്ട് ഐഡിയാസ് ആണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് എന്ന് പറയുന്ന 50% എല്ലാ സ്റ്റേറ്റിലും കൂട്ടുമെന്ന് പറയുന്നു. അതേസമയം തന്നെ 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡല വിഭജനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എല്ലാ സംസ്ഥാനത്തിലും 50% വീതം കൂട്ടുകയാണെങ്കിൽ അത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയ ഒരു പ്രക്രിയയാണ്. അതിനകത്ത് വേറെ സംശയങ്ങളൊന്നുമില്ല. കേരളത്തിൽ 20-30 ആകുന്നു. പക്ഷെ ഇതിനകത്ത് 2011 സെൻസസ് വരുമ്പോൾ വീണ്ടും പിക്ചർ മാറുന്നുണ്ട്. അപ്പൊ അതിനകത്തൊരു ചതി എന്താണ് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ബില്ലിൽ 50% ഫോർമുല പറഞ്ഞിട്ടുമില്ല. ബില്ല് താങ്കൾ വായിച്ചു. അപ്പൊ ഇതിനകത്തൊരു വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ചതിയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അതായത് കേരളത്തിലെ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പുതിയ മണ്ഡല പുനർനിർണ്ണയം നടത്താൻ പോകുന്നതെങ്കിൽ വിത്തിൻ ഈ 850 സീറ്റിന്റെ അളവിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ കേരളത്തിലെ ഇപ്പോഴുള്ള 20 സീറ്റുകൾ ജനസംഖ്യാനുപാതികമായിട്ട് 2011 സെൻസസിലെ കണക്ക് വെച്ചിട്ട് ഡീലിമിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 15 സീറ്റുകളായിട്ട് കുറയും. പക്ഷേ അവർ രണ്ടാമത് പറഞ്ഞാൽ എന്താ, ഒരു സംസ്ഥാനത്തിന് നഷ്ടം വരില്ല. കാരണം 50% ഇതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ സീറ്റിന്റെ എണ്ണം 22 ആകും. അപ്പൊ ഇതേപോലെ തമിഴ്നാട്ടിലെ 39 സീറ്റ് ഉണ്ട്. തമിഴ്നാട്ടിൽ ഈ പറഞ്ഞതുപോലെ ജനസംഖ്യാനുപാതികമായിട്ട് 2011 സെൻസസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ അത് 32 കുറയും. അതിന്റെ കൂടെ ഈ 32ന്റെ പകുതി 50% കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 സീറ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 48 സീറ്റായിട്ട് മാറും. പക്ഷെ അങ്ങനെ ക്ലാരിറ്റി നൽകിയാണ് ബില്ല് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അതിനെ എതിർക്കുമല്ലോ. അത് മാത്രമല്ല അങ്ങനെ എതിർത്ത് കഴിഞ്ഞാൽ ഈ ബില്ല് നിയമമാകാൻ പോകുന്നില്ല. ഭൂരിപക്ഷം വേണമല്ലോ. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുകയുമില്ല. പാർലമെന്റിലാണ് മഞ്ജുഷ, ഇന്ത്യൻ പാർലമെന്റിലാണ് ഈ ചർച്ച നടക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ക്ലാരിറ്റി വരാത്തത്? എന്തുകൊണ്ടാണ് ലോക്സഭയിൽ ചർച്ച ചെയ്യുന്ന ഒരു ബില്ല് ആംബിഗ്യൂസ് ആയിട്ട് നിലനിൽക്കുന്നത്? എന്തിനാണ് ഇതിന് ഇത്രയും ആംബിഗ്യൂറ്റി? ഇത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾക്കെതിരല്ലേ? നമ്മൾ ട്രാൻസ്പെറൻസിയെ പറ്റിയും സുതാര്യതയെ പറ്റിയാണ് ജനാധിപത്യത്തിൽ സംസാരിക്കുന്നത്. അങ്ങനെ സുതാര്യതയെ പറ്റി സംസാരിക്കുമ്പോൾ ഇന്ത്യയിലെ ജനപ്രാതിനിധ്യ നിയമത്തിൽ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ഭേദഗതിയിൽ ക്ലാരിറ്റി ഇല്ല എന്ന് വരികയാണെങ്കിൽ അത് വളരെ ഭീകരമായ ഒരു പ്രശ്നമല്ലേ? ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ഷാബു പ്രസാദ് 2023 വനിതാ സംവരണ ബിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ അതിൽ വ്യക്തമാക്കിയതാണ്, അത് പ്രതിപക്ഷവും അംഗീകരിച്ചതാണ്, അത് ഏകകണ്ഠമായി തന്നെ അത് പാസ്സായ ബില്ലാണ്. അതിൽ പറഞ്ഞിരുന്നത് പുതിയ സെൻസസ് അനുസരിച്ച് മണ്ഡല പുനർനിർണ്ണയം നടത്തി വനിതാ സംവരണം 33% നടപ്പിലാക്കും എന്നാണ്. ഇപ്പോൾ ധൃതി പിടിച്ച് പെട്ടെന്ന്
2011 സെൻസസ് അനുസരിച്ച് മണ്ഡല പുനർനിർണ്ണയം കൂടി വന്ന് 2029 തന്നെ വനിതാ സംവരണം തെരഞ്ഞെടുപ്പുകളിൽ കൊണ്ടുവരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാവും. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നു, ഒരു സംസ്ഥാനത്തിനും നേട്ടമോ കോട്ടമോ ഉണ്ടാകുന്നില്ല. നിലവിലെ സീറ്റിൻ്റെ 50% ലോക്സഭാ സീറ്റുകൾ വർദ്ധിക്കുന്നത് എന്ന്. അവിടെയാണ് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ വരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ സെൻസസ് അടിസ്ഥാനമാക്കേണ്ട ആവശ്യമില്ല, ഫ്ലാറ്റായിട്ട് കൊണ്ടുവരികയാണല്ലോ. ഫ്ലാറ്റായിട്ട് 50% എന്നുള്ള കാര്യം ഇന്ന് ലോക്സഭയിൽ പ്രധാനമന്ത്രിയും അത് പറയുന്നുണ്ടായിരുന്നു. ഈ ക്ലാരിറ്റി ഇല്ലായ്മ എന്തുകൊണ്ട് വരുന്നു? അതാണല്ലോ സംശയത്തിന് ഇട നൽകുന്നത്, അധികാരം സ്ഥിരമായിട്ട് നിലനിർത്തുവാനുള്ള അടവ് എന്ന രീതിയിൽ. ഷാബു കേട്ടോ? അതെ അതെ അതെ. മഞ്ജുഷ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഒരു ബില്ല് പാർലമെന്റിൽ പാസ്സാകുമ്പോൾ, ആ പാസ്സാക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി ഇല്ലായ്മ എന്ന് പറയുന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. എല്ലാ മെമ്പർമാർക്കും കൊടുത്ത് വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്ന ഒരു പബ്ലിക് രാഷ്ട്രപതി സൈൻ ചെയ്ത് ഇന്ന് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണത്. അതിൻ്റെ അകത്ത് പ്രോസ് ആൻഡ് കോൺസ് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മ എന്നൊരു സംഭവം ഉണ്ടാകാൻ പറ്റില്ല മഞ്ജുഷേ, ഒരിക്കലും. അതായത് പാർലമെന്റിനെയും അല്ലെങ്കിൽ ജനങ്ങളെയും ഇരുട്ടിൽ നിർത്തുന്ന ഒരു പ്രോസ് ആൻഡ് കോൺസും അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പാടില്ല. അതെന്താണ് ക്ലാരിറ്റി ഇല്ലായ്മ? 3 ദിവസമാണ് ചർച്ച വരുന്നത്. ഈ ചർച്ചയിൽ ഇതിൻ്റെ അകത്ത് ശരിയാണ്, ബില്ല് കൊണ്ടുവന്നപ്പോൾ ഈ ജനസംഖ്യാനം അതിൻ്റെ അകത്ത് കുറച്ചുണ്ട്. എന്തിനെ ബേസ് ചെയ്താണ് എന്ന് ചോദിക്കുമ്പോൾ, എന്നാ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ഒരു ഡേറ്റയെ ബേസ് ചെയ്താണ് ചെയ്യേണ്ടത്. ആ ഡേറ്റ 2011 സെൻസസ് ആണുള്ളത്. പക്ഷെ ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഫ്ലാറ്റായി 50% വീതം കൊടുക്കുന്നു. അതായത് കേരളത്തിന് 30, തമിഴ്നാടിന് 59, ആ രീതിയിലാക്കുന്നു. അല്ലാതെ ഇവിടെ ഈ സിബി സത്യൻ ഇവിടെ അനാവശ്യമായ ഒരു തരം ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ് അവതരിപ്പിക്കുന്നത്. 2011 ബേസ് ചെയ്തുകൊണ്ട് ഇത് കുറയ്ക്കും, പിന്നെ 50% കൂട്ടും. ഇതെന്താ പിള്ളേര് കളിയാണോ ഇത്? ഇതൊക്കെ അങ്ങനെ ഇത് എന്താണെങ്കിലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫൈനലായി കഴിഞ്ഞല്ലേ പാർലമെന്റിന്റെ അകത്ത് വോട്ടിനിടുകയുള്ളൂ. ഇതൊക്കെ സംസാരിക്കാനല്ലേ അവിടെ ജനപ്രതിനിധികൾ അവിടെ ഉള്ളത്. ഇപ്പം ബഹുമാനപ്പെട്ട സിബി സത്യൻ ഒരുപക്ഷെ പാർലമെന്റിലെ പ്രതിപക്ഷ MP-മാർ അദ്ദേഹം പറഞ്ഞ ഈ മഹാസിദ്ധാന്തം ഒരുപക്ഷെ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അവരെ ഒന്ന് അറിയിച്ചോളൂ, നിങ്ങൾ കാണാത്ത ഒരു വലിയ ചതി ഇതിൻ്റെ അകത്തുണ്ട്. ഇതാണ് ഇവര് ആദ്യം കുറയ്ക്കും, പിന്നെ കൂട്ടും. ഈ ഓണത്തിനൊക്കെ തുണിക്കള ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്ന മാതിരി വില കൂട്ടുക, എന്നിട്ട് അവിടുന്ന് ഒരു 30% ഡിസ്കൗണ്ട് കൊടുക്കുക. ഇത് മത്തിക്കച്ചവടം അല്ലേ, ഇത് ഇന്ത്യൻ പാർലമെന്റ് നിയമവുമാണ്. ഫ്ലാറ്റായിട്ട് 50% എന്ന് പറയുന്നത് ഇത് തന്നെയാണല്ലോ ശ്രീ ഷാബു പ്രസാദ്. ഫ്ലാറ്റായിട്ട് 50% കൂട്ടുന്നു എന്ന് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.